അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റകഅത്ത അൽ ഫജ്രി ഖൈറുൻ മിനദ്ദുന്യ വമാ ഫീഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസാണിത്. ഫജ്റിൻ്റെ 2 റകഅത്ത് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ പുണ്യകർമ്മമാണ് എന്നാണ്. സുബ്ഹി നിസ്കാരത്തെക്കുറിച്ച് അല്ല പറഞ്ഞത്, സുബ്ഹിക്ക് മുന്നേയുള്ള 2 റകഅത്ത് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് നാം ഓർക്കേണ്ടതാണ്. സുബ്ഹിക്ക് മുന്നേയുള്ള സുന്നത്തിനെ കുറിച്ച് ഇത്രമാത്രം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫർളിൻ്റെ പ്രതിഫലം എത്രമാത്രമായിരിക്കും? അങ്ങനെയാണെങ്കിൽ സുബ്ഹി നമസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രമാത്രം വലുതായിരിക്കും? ഖൈറുൻ മിനദ്ദുന്യ എന്നാണ്, വമാ ഫീഹ. അപ്പോൾ ദുന്യാവിലുള്ളതിനേക്കാൾ ഏറ്റവും അധികം നന്മയുള്ള പ്രതിഫലാർഹമായ ഖൈറായ പുണ്യകരമായ കാര്യമാണ് സുബ്ഹി എന്നുള്ള ഫർളിന് തൊട്ട് മുന്നേയുള്ള 2 റകഅത്ത് നിസ്കാരം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രകളിൽ പോലും ഒഴിവാക്കാതിരുന്ന 2 റകഅത്ത് സുന്നത്താണ് സുബ്ഹിക്ക് മുന്നേയുള്ള സുന്നത്ത് നിസ്കാരം. യാത്രകളിൽ പോലും ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിക്ക് മുന്നേയുള്ള സുന്നത്ത് നിസ്കാരം. അതോടൊപ്പം സുബ്ഹിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വഹുവ ഫീ ദിമ്മത്തില്ലാഹ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഫജ്ർ നിസ്കാരം, സുബ്ഹി നിസ്കാരം നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, സുബ്ഹിക്ക് മുന്നേയുള്ള ആ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ ഇനി ഒരു തവണ പോലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന പ്രതിജ്ഞയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ ആ 2 റകഅത്തും നിലനിർത്തും എന്ന് തീരുമാനമെടുക്കുക. അള്ളാഹു അത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.